അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യം, പുസ്തകങ്ങൾ പോയാലും ശ്രുതി പരമ്പരയിലൂടെ അത് തുടരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എഴുതി വെച്ചതാണ് കുറച്ചുകൂടെ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ളത്, ശ്രുതി പരമ്പര പറഞ്ഞു കേൾക്കുന്നത് അതിലേറെ കല്ലിൽ എഴുതിയ പോലെ എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു സയൻറ്റിഫിക് മെത്തേഡ് എന്താണ്? ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ഒരു കാര്യം പറഞ്ഞു വിട്ടാൽ അയാൾ അടുത്ത ആളോട് പറയുമ്പോൾ പോലും അതിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ സംഭാഷണത്തിൽ എഴുത്തിനേക്കാൾ ഏറെ തെറ്റുകൾ വരാൻ സാധ്യതയുള്ളപ്പം ശ്രുതി എങ്ങനെയാണ്? ഇവിടെയാണ് മറ്റ് ലൗകിക ഭാഷയും സംസ്കൃത ഭാഷയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ പണ്ട് പറയാറുണ്ട് കാണാതെ പഠിക്കാം, എടാ ഇത് കാണാതെ പഠിക്കാൻ പറയും. ഇന്ന് നമ്മൾ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ടീച്ചർ അവിടെ നിന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു തരും, അതിനുശേഷം കുട്ടികൾ വീണ്ടും 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 വായിച്ച് പഠിക്കുന്നതാണ്. നമ്മളുടെ പരമ്പരയിൽ അങ്ങനെയല്ല. കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ശ്രുതിയായി ഗുരുനാഥൻ പറയുന്നത് റിപ്പീറ്റേറ്റായിട്ട് കേട്ട് പഠിക്കുന്നതാണ്. ഞാൻ പല രീതിയിൽ ആശയത്തെ പറഞ്ഞു തരും. ഇപ്പോൾ നമ്മളൊരു പദത്തെ പറയുന്നു എന്ന് വയ്ക്കൂ. ഇപ്പോൾ വിദ്യാദതാതി വിനയം, വിനയാദ്യാതി പാത്രതാം, പാത്രത്വാ ധനമാപ്നോതി, ധനാത് ധർമ്മ തഥ സുഖം. ഇത് പറയുന്നു. ഈ സാധനത്തെ വ്യത്യസ്ത രീതിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അടിസ്ഥാനം വിദ്യ വിനയം ദദാതി എന്ന് തന്നെയായിരിക്കും. കൃത്യമായോ? ഇപ്പോൾ എന്താണ് വിദ്യ എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ വിനയത്തെ പ്രദാനം ചെയ്യുന്നു. ഇപ്പോൾ എന്താ വിനയം? വിനയം എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് അർത്ഥം എന്താ പറയുക? മറ്റൊരാളുടെ മുമ്പിൽ അവനവൻ്റെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് വേണ്ടത് വേണ്ട സമയത്ത് സംസാരിക്കുന്നതിനകത്തെയാണ് വിനയം എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ ഞാൻ പറയും വി എന്ന ഉപസർഗപൂർവ്വം നീ ധാതുവാണ്, നിങ്ങളെ വിശേഷമായി നയിക്കുന്നതാണ് വിദ്യ. അപ്പോൾ ഒരു വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ എന്താ വ്യത്യാസം? വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പറയാൻ അറിയുന്നവനാണ് വിദ്യാഭ്യാസമുള്ളവൻ, അല്ലേ? ഇത് തന്നെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശേഷേണ നയതി ഇന്ദ്രിയ നിഗ്രഹ ഇത്യർത്ഥ. ഇങ്ങനെയാണ് വിശദീകരിക്കുക. അടിസ്ഥാനം അവിടെ എപ്പോഴും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഇത് യോജിപ്പിച്ചാൽ മതി. ഇനി ആശയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് കയറും. എങ്ങനെയാണെന്ന് പറയട്ടെ, നോക്കിക്കോളൂ. ഇത് പറഞ്ഞതുകൊണ്ടൊന്ന് മുഴുവനാക്കാം. വിദ്യ എന്ന് പറഞ്ഞാൽ വിദ്ജ്ഞാനി. ജ്ഞാനം നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഇന്ദ്രിയ നിഗ്രഹത്തെ തരും ആണല്ലോ. രണ്ടാമത്തത് വിനയാത് പാത്രതാം യാതി. ഈ പാത്രത എന്ന് പറയുന്ന എല്ലാവരും സജ്ജനങ്ങൾ എന്നാ പറയുക. പറഞ്ഞല്ലേ സത്പാത്രത്തിൽ കൊടുക്കണം. അറിയാറില്ലേ എന്താ അപ്പോൾ പാത്രത? ഒരു വ്യക്തിയുടെ യോഗ്യത, അല്ലേ? ആ വ്യക്തിയുടെ യോഗ്യത. അപ്പോൾ വിദ്യാവിനയം ദതാതി, വിദ്യാദതാതി വിനയം, വിനയാത് പാത്രതാം യാതി. ആ വ്യക്തി പാത്രത്തെ പ്രാപിക്കും, നിങ്ങളുടെ അർഹത. ഇല്ലെങ്കിൽ എന്താണോ ആ വിദ്യ കൊണ്ട് ഉണ്ടാവേണ്ടത് അതിൻ്റെ പൂർണ്ണത ഉണ്ടാക്കും, അല്ലേ? ശ്രദ്ധിച്ചോളണം, ഇത് വിദ്യയ്ക്ക് വേണ്ടി പറയുന്നതാണ്, ഒരു കുട്ടിയോട് പറയുന്നതാണ്, അല്ലാതെ സമൂഹത്തോട് പറയുന്നതല്ല. വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടിയോട് പറയുന്നതാണ്. അപ്പോൾ വിദ്യാ ദദാതി വിനയം, വിനയാത് യാതി പാത്രതാം, പാത്രത്വാ ധനമാപ്നോതി. ഈ ധനം എന്ന് പറയുന്ന എല്ലാവരും കാശ് എന്ന അർത്ഥത്തിലാണ്. ഒരു വിദ്യാഭ്യാസം അർഹിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ധനമല്ല അവൻ്റെ വിദ്യ. ധനം എന്ന് പറയുന്നത് ധനശബ്ദേ. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു അധ്യാപകനായി നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പഠിക്കാൻ ഉദ്ദേശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവൻ അതിനുവേണ്ടി അർഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വാക്കാണ് അവൻ്റെ ആയുധം. വാക്കാണ് ധനം. ധനം എന്നുള്ള വാക്കിന് ധനശബ്ദേ, ധനശബ്ദേ ശബ്ദം എന്നാണ്. അതെ, സ്ഥൂലമായി നിങ്ങൾക്ക് ധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാക്കാണ്. നോക്കിക്കോളൂ, ഒരു ബിസിനസ്സാണ് ധനമായിരിക്കാം, പക്ഷേ അവൻ്റെ വാക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് മൂലം. വാക്ക് ശുദ്ധമായി എല്ലാ ശുദ്ധമായി. അപ്പോൾ വിദ്യാദതാതി വിനയം, വിനയാദ്യാതി പാത്രതാം, പാത്രത്വാ ധനമാപ്നോതി. അവന് ധനത്തെയും പ്രാപിക്കും. ധനം എന്നൊക്കെ ധനശബ്ദ ശുദ്ധമായ വാക്കുണ്ടാവും, വാക്ശക്തിയായി. എന്താ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത്? വാക്ക്. എന്നാലല്ലേ പഠിപ്പിക്കാൻ പറ്റൂ. ധനാത് ധർമ്മ. ധനം വന്നാൽ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എൻ്റെ വാക്ക് ശുദ്ധമായാൽ എൻ്റെ ധർമ്മം അനുഷ്ഠിക്കാനായി. എനിക്കെല്ലാം അറിയാം, പക്ഷെ വാക്ക് വരില്ല. പഠിച്ചിട്ടെന്താ കാര്യം? അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അധ്യാപകൻ്റെ ഏറ്റവും ഗുണം എന്തായിരിക്കും? വാക്കുണ്ടാവണം. ആ വാക്കിലൂടെ എൻ്റെ ധർമ്മം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റണം. വേണ്ടേ? പഠിച്ചാൽ പോരല്ലോ, മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അപ്പം ഞാൻ സ്ഥിരം പറയുന്നതാണ്, ഒരു ഗുരുനാഥൻ പഠിപ്പിക്കുന്നത് ശിക്ഷ മാത്രമല്ല, അതിലൂടെ മറ്റൊരാൾക്കും കൂടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം പറയുക, പ്രശിക്ഷണം തന്നെ വെച്ചത്. ശിക്ഷണം മാത്രമല്ല വേണ്ടത്. ഞാൻ പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് മനസ്സിലാവുകയും ആ മനസ്സിലാകുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പഠിപ്പിക്കുന്നവനാണ് ഗുരുനാഥൻ, അല്ലെങ്കിൽ പ്രബോധകൻ മാത്രമാണ്. അതുപോരാ. അപ്പോൾ വിദ്യാദതാതി വിനയം, വിനയാദ്യാതി പാത്രതാം, പാത്രത്വാ ധനമാപ്നുതി, ധനാത് ധർമ്മ തതഃ സുഖം. നിങ്ങൾ നിങ്ങളുടെ ധർമ്മം അനുഷ്ഠിക്കുന്ന നിമിഷം അതിൽ നിന്ന് നിങ്ങൾക്ക് സുഖം കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ വിദ്യാദതാതി വിനയം എല്ലാം വിടും. ആശയം വന്നു കഴിഞ്ഞു. ഞാൻ സംസ്കൃതത്തിൻ്റെ വ്യാകരണം പറഞ്ഞു ഇല്ല, ആശയം മുഴുവൻ കിട്ടിയില്ലേ? ഒരു വ്യക്തിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ. സംസ്കൃതത്തിൻ്റെ റൂട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഇന്ന് പറഞ്ഞാലും 1000 വർഷം കഴിഞ്ഞാലും ഇത് തന്നെയാണ്. ഇനി പറയൂ, ട്രാൻസ്ലേഷൻ്റെ ആവശ്യമുണ്ടോ?
ഇല്ല. മറക്കുമോ? മറക്കില്ല. എഴുതി വയ്ക്കുന്നതാണോ പഠിപ്പിക്കുന്നതാണോ സുഖം? ശ്രുതിയാണോ എളുപ്പം? ശ്രുതിയാണ്. രണ്ടും ഓർമ്മ വന്നു കഴിഞ്ഞു. വിദ്യാ ദദാതി വിനയം വിനയാതി അതിപാത്രതാം പാത്രത്വാ ധനമാപ്നോതി ധനാധർമ്മ തതസുഖം. ഇത് എഴുതുകയായിരുന്നെങ്കിൽ എത്ര ദിവസം എടുക്കും? ഇനി പറയൂ, ശ്രുതിയാണോ ഇതാണോ? ഇനി വീണ്ടും ഞാൻ ഡിഫൈൻ ചെയ്യും. എന്താണ് വിദ്യ? വിദ്യ ഇങ്ങനെയാണ്. അങ്ങനെ ആഴം കൂട്ടി കൂട്ടി ബ്രെയിനിനകത്തേക്ക് വേരിറങ്ങിയാണ് ഈ നോളജ് കയറുന്നത്. വെറുതെ ബൈഹാർട്ട് അല്ല. ബൈഹാർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ഇവർ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വയനാട് ക്ലാസ് എടുത്തപ്പോൾ ആദ്യം പറഞ്ഞത് ബുക്ക് മാറ്റിക്കോളും. ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ മറക്കില്ല. എന്തുകൊണ്ടായിരിക്കും? റിപ്പീറ്റഡാ പറയുന്ന സാധനം ഒന്നിനെ ഉറപ്പിച്ചതിന് ശേഷം പറഞ്ഞു പോവുകയല്ല ചെയ്യുക. ഒരു എവല്യൂഷൻ ഉണ്ട്, റിപ്പീറ്റേഷൻ മാത്രമല്ല അല്ല, അതിന് പുതിയ പുതിയ ലെയറുകൾ പറഞ്ഞാണ്. അതെ.